പാലക്കാട് ആരായിരിക്കും നിലവിൽ സിറ്റിംഗ് MLA-മാരൊക്കെ തുടരുക? എന്തായിരിക്കും ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അങ്ങേക്കല്ലേ. ആരാണെങ്കിലും അതിപ്പോൾ സിറ്റിംഗ് MLA ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ പാർട്ടി തീരുമാനം അത്തരം കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എനിക്കിപ്പോൾ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് എനിക്കിപ്പോൾ ഏതെങ്കിലും സീറ്റിലെ ഇനിയിപ്പം പിന്നെ പറവൂർ സീറ്റിലെ സ്ഥാനാർത്ഥി എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പം അതൊരിക്കലും ഇങ്ങനെ ഒരു മാധ്യമ ചോദ്യത്തിൻ്റെ മുമ്പിൽ ആരായിരിക്കും പാലക്കാട്ടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരായിരിക്കും കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി മറ്റേ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി നാദാപുരം ഇതൊന്നും ഇപ്പോൾ ഓഫ് ഹാൻഡ് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. പാർട്ടി അതിൻ്റെ ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ അതും പാർട്ടി പ്രസിഡന്റിന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡൽഹിയിലെ മീറ്റിങ്ങിലും പറഞ്ഞൊരു കാര്യം, ഒരുപാട് ഡിലേ ആക്കണ്ട, ഒരുപാട് വൈകിപ്പിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ ധൃതി കൂട്ടി നാളെ തന്നെ. എൻ്റെ ചില മാധ്യമങ്ങൾ കണ്ടു ജാഥ നടക്കുന്നതിനോടൊപ്പം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വരും. അങ്ങനെയില്ല. ചില മാധ്യമങ്ങൾ വയനാട് ക്യാമ്പ് നടക്കുമ്പോൾ പറഞ്ഞ് 70 സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. നിങ്ങളല്ല കേട്ടോ, 70 സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ കൊടുത്തു. പക്ഷെ അങ്ങനെയൊന്നും ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി വന്നു, മധുസൂദന മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വന്നു. അവരുടെ ഫസ്റ്റ് റൗണ്ട് ഡിസ്കഷൻ KPC ലീഡർഷിപ്പായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ന് സീനിയർ ലീഡർഷിപ്പായിട്ട് ഇലക്ഷൻ കമ്മിറ്റിയുമായിട്ട് അവരുടെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായി ടൈം ബൗണ്ടായി നല്ല സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ഇത്തവണ കോൺഗ്രസിൻ്റെ പുറത്തു വരാൻ പോവുക എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പാലക്കാട് BJP-യുടെ ഒരു A ക്ലാസ് മണ്ഡലമാണ്. പാലക്കാട് BJP-യുടെ A ക്ലാസ് മണ്ഡലമാണ്. അപ്പോൾ മുൻ MLA എന്ന നിലക്ക് താങ്കളെ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ താങ്കൾ എൻ്റെ പൊന്നോ BJP A ക്ലാസ് മണ്ഡലം എന്നുള്ള നിലക്ക് അവരുടെ അവകാശവാദത്തിന് അപ്പുറത്തേക്ക് പാലക്കാട് അസംബ്ലി അവർ ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും വലിയ അവകാശവാദങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ എത്രത്തോളം വലിയ ക്ലെയിം ഓഫീസ് വരെ തുറന്നു വെച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ വലിയ ക്ലെയിമാണ് വെച്ചിരുന്നത്. അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരിട്ട് വന്ന് പ്രചരണം നടത്തിയാണ്. പക്ഷേ പാലക്കാട്ടെ ജനാധിപത്യ സമൂഹം, പാലക്കാട്ടെ മതേതര സമൂഹം തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ പിന്നെ വളരെ സ്ട്രോങ് ആയി UDF-നൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് BJP ഓഫീസുണ്ട്, അവിടെ ഉണ്ട്, പോയാറി ഇത് തള്ളണ്ട. MP-മാരുടെ മത്സരത്തിന്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു തീരുമാനം. ഇപ്പം MP-മാരെല്ലാവരും കൂടെ മത്സരിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നില്ല. അതങ്ങനെ MP-മാർ മത്സരിക്കുമല്ലേന്ന് എല്ലാ ദിവസവും പിന്നെ വാർത്തയും ചോദ്യം നിങ്ങൾ തന്നെ കൽപ്പിക്കുന്ന ചില ഉത്തരങ്ങളും പരിഗണിക്കപ്പെടുന്ന ചില ആളുകൾ പരിഗണിക്കുന്ന ചില അല്ല, അങ്ങനെ അത് പാർട്ടി ഔദ്യോഗികമായിട്ട് തീരുമാനം പറഞ്ഞ ആ തീരുമാനം ധാരണ വന്നത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള തീരുമാനം. പാർട്ടി തീരുമാനം വന്നാൽ ഞാൻ ശിക്ഷ പീരീഡിലായതുകൊണ്ട് ഇപ്പോൾ നടന്ന വാർത്തകൾ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ പാർട്ടി സമയത്ത് തീരുമാനിക്കും. ആര് മത്സരിക്കണം വേണ്ട എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പോളിസി മാറ്ററാണ്. അത് പാർട്ടി ഒരു ഡിസിഷൻ എടുത്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധകം. വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം, അത് എല്ലാവർക്കും ബാധകമാണെന്നുള്ളത്. ഇത്തവണത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ ഗവൺമെന്റിൽ നിന്ന് ഇവിടുത്തെ ജനതയ്ക്കൊരു മോചനം വേണം. ആ മോചനത്തിന് ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യങ്ങൾ, ഏറ്റവും നല്ല തീരുമാനങ്ങൾ പാർട്ടി ജനങ്ങളുടെ കൂടെ ഇംഗിതം അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ പാർട്ടി ടൈം ബൗണ്ടായിട്ട് എടുക്കുക എന്നുള്ളതാണ്. വലിയ അസ്വാരസ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ആ കാര്യങ്ങളിലേക്ക് കഴിഞ്ഞ കാലത്ത് നിന്നും ബെറ്ററായി ഞങ്ങൾക്ക് കടക്കാൻ കഴിഞ്ഞു. ലോക്കൽ ബോഡി ഇലക്ഷൻ നമുക്കറിയാം, സാധാരണ നമുക്കുണ്ടാവുന്ന ഒരു റിബൽ പ്രശ്നം, പഞ്ചായത്ത് പ്രസിഡന്റിനെ ചെയർമാനെ ഒക്കെ തീരുമാനിക്കൊക്കെ ഉണ്ടാകുമെന്ന പ്രശ്നങ്ങളെക്കാളൊക്കെ ഒരുപാട് ബെറ്ററായിട്ട് ഞങ്ങൾക്ക് അത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു. പാർട്ടികൾക്കകത്തെ മുന്നണിക്കകത്തെ ചർച്ചയും കമ്പാരിറ്റീവ്ലി വളരെ സ്മൂത്താണ്. ഇപ്പോൾ സീറ്റിനെ സംബന്ധിച്ചുള്ള ക്ലെയിമുകളോ തീരുമാനങ്ങളോ ഒക്കെ വളരെ സ്മൂത്തായിട്ട് നടത്താൻ അതിനിപ്പോൾ ACC ആണെങ്കിലും ACC ലീഡർഷിപ്പ് അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് തരുന്നൊരു സപ്പോർട്ട്, KPCക്ക് തരുന്നൊരു സപ്പോർട്ട്, KPCയും പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ കീഴിൽ UDF-ഉം എല്ലാ കാര്യത്തിൽ. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാചകം, ജനങ്ങൾ നിങ്ങൾക്കൊരു അവസരം തന്നു എന്ന് മാത്രം കരുതരുത്, ജനങ്ങൾ നിങ്ങളൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നതെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഉത്തരവാദിത്തം എന്താ, അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇവരിൽ നിന്നൊരു മോചനം വേണം. അപ്പോൾ അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ കാണും. ആ ജനങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിക്കാത്ത സ്ഥാനാർത്ഥി നിർണയവും തീരുമാനവും ഉണ്ടായിരിക്കും. താങ്ക് യു.